Hello, my dear students. Welcome back to Human Resource Management Session 27. നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ട്രെയിനിങ് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് കണ്ടിരുന്നു. അതിൽ രണ്ടെണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ കോച്ചിങ്ങും അണ്ടർ സ്റ്റഡി. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോബ് റൊട്ടേഷൻ അല്ലെങ്കിൽ പൊസിഷൻ റൊട്ടേഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനീസ് അവർ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ജോബിൽ നിന്നും വേറൊരു ജോബിലേക്ക് കുറച്ച് നിശ്ചിതമായിട്ടുള്ള സമയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, സോ അങ്ങനെ പല ഡിഫറെൻറ്റ് ജോബ്സും ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ ജോബ് റൊട്ടേഷനിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഈ ബാങ്കിങ് സെക്ടറിൽ ഒക്കെ ഉണ്ട്. കാരണം ബാങ്കിങ് സെക്ടറിൽ പുതിയതായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോൺ സെക്ഷനിൽ, അതുപോലെ തന്നെ കാഷ്യർ സെക്ഷനിൽ, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലോൺ സെക്ഷനിൽ തന്നെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടാവും. അങ്ങനെ പല സെക്ഷനിലേക്കായിട്ട് അവരെന്ത് ചെയ്യും, ഒരു നിശ്ചിത പീരീഡിലേക്ക് അവർ ജോബ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് അവർ ആ ബാങ്കിലുള്ള എല്ലാ ആക്ടിവിറ്റീസായിട്ട് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ജോബ് റൊട്ടേഷൻ. സോ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വേരിയസ് പൊസിഷൻ നമ്മുടെ ജോബിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും നമ്മളുടെ എംപ്ലോയീസിനെ കുറേ കൂടി വേഴ്സറ്റൈലാക്കി മാറ്റുകയാണ്. ഏത് ജോബും ചെയ്യാൻ ആ ഒരു ഓർഗനൈസേഷനിൽ ഏത് ജോബും ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ് ജോബ് റൊട്ടേഷൻ്റെ ഉദ്ദേശം. അപ്പം ഇതിൽ ഈ പറയുന്ന ട്രെയിനീസിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജോബിൽ നിന്നും വേറൊരു ജോബിലേക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൈഡ് എക്സ്പോഷറാണ് ആ ഒരു ട്രെയിനിക്ക് കിട്ടുക. ഓക്കെ, പിന്നെ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു അറിവ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചും ഈ പറയുന്ന ട്രെയിനിക്ക് ഈ ഒരു ജോബ് റൊട്ടേഷനിലൂടെ ഐഡിയാസ് കിട്ടുന്നുണ്ടാവും. പിന്നെ ഒരേ ജോലി തന്നെ ചെയ്തുകൊണ്ട് ഉള്ള മടുപ്പ് ഇത് ജോബ് റൊട്ടേഷൻസ് ഉണ്ടാകുമ്പോൾ മാറുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ജോബ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് അവർക്ക് നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് അവർക്ക് ഫോം ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ഈ ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിനീസിന് അവരുടെ ഡെവലപ്മെൻറ്റിന് വളരെയധികം ഇത് സഹായിക്കുന്നതാണ്. അത് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോബിലുള്ള എക്സ്പെർട്ടൈസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ട്രെയിനീസ് അവർ ചില സമയത്ത് എഫിഷ്യൻ്റ് അല്ലാതെ ഒരു ജോബിൽ തന്നെ ഇരുന്നിട്ട് എഫിഷ്യൻ്റ് അല്ലാതെ ജോലി ചെയ്യുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരുടെ വർക്ക് എഫിഷ്യൻസി കുറച്ചുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ജോബ് റൊട്ടേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. ഇതിന് ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ട്രെയിനീസിനെ നമ്മൾ പല ഡിഫറെൻറ്റ് ഓപ്പറേഷൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ജോബ് റൊട്ടേഷൻസിൽ കൊടുക്കുന്നത്. പക്ഷേ ചില ട്രെയിനീസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ജോബ് റൊട്ടേഷൻ താല്പര്യമില്ലാത്തവരാകുമ്പോൾ അവർ ജസ്റ്റ് മറ്റുള്ള ജോബിലേക്ക് ഇവർ അസൈൻ ചെയ്യുമ്പോൾ അവർ ജസ്റ്റ് ഒബ്സർവേഴ്സായിട്ട് നിന്നുകൊണ്ട് ആ ഒരു ജോബിൽ അവിടെയുള്ള വർക്ക് ഫോഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യാതെ ഒരു നിരസിച്ചുകൊണ്ട് നിൽക്കുന്ന നിലപാട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന എംപ്ലോയീസ് ആകുമ്പോൾ അവർക്ക് ഈ ജോബ് റൊട്ടേഷൻ ഒരു ഫ്രസ്ട്രേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോബ് റൊട്ടേറ്റ് ചെയ്ത് ഓരോ ഡിഫറെൻറ്റ് ഇതിലേക്ക് പോകുമ്പോഴും അവിടെയും അവർക്ക് അവർ ചെയ്യുന്ന ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോബായിരിക്കും ചെയ്യുക, സിമ്പിളായിട്ടുള്ള ജോബായിരിക്കും ചെയ്യുക. അപ്പോൾ അത് ചിലർക്ക് അതത്ര ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നാറില്ല. അപ്പോൾ അങ്ങനെയും ചില ഡിസഡ്വാൻറ്റേജസ് നമ്മളുടെ ജോബ് റൊട്ടേഷന് ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ട്രെയിനിങ് ടെക്നിക്കാണ് മെൻറ്ററിങ്. മെൻറ്ററിങ് എന്ന് പറയുന്നത് ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. ഇത് 1-to-1 ബേസിലാണ് ഈ ഒരു ട്രെയിനിങ് നടത്തുന്നത്.
ദാറ്റ് മീൻസ് ഒരു സുപ്പീരിയർ എന്ത് ചെയ്യുന്നു, ഒരു സബോർഡിനേറ്റിനെ അല്ലെങ്കിൽ ഒരു ജൂനിയർ സ്റ്റാഫിനെ അയാളുടെ കീഴിൽ ആ ജൂനിയർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ മെൻറ്ററിങ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന മെൻറ്ററായിട്ടുള്ള വ്യക്തി ശരിക്കും ഇത്തിരി ഓൾഡറായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹം നമ്മളുടെ ഈ ആർക്കാണോ മെൻറ്ററിങ് കൊടുക്കുന്നത് അങ്ങനെ ആ വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയുമായിട്ട് ഈ മെൻറ്റർ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നല്ലൊരു അഡ്വൈസറായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പം ഈ പറയുന്ന മെൻറ്റർ ശരിക്കും റെസ്പോൺസിബിൾ ആയിട്ടാണ് ഇതുപോലെയുള്ള പുതിയ എംപ്ലോയീസിന് ഇങ്ങനെ മെൻറ്ററിങ് കൊടുക്കുന്നത്. അപ്പം അവർ തമ്മിലുള്ള റിലേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ ഫോർമലായിട്ട് പ്ലാൻ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇൻഫോർമലായിട്ടും ഫോം ചെയ്യാം. അത് ഇറ്റ് ഡിപ്പെൻസ്. പക്ഷേ ഈ പറയുന്ന മെൻറ്ററിങ്ങിലൂടെ നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അവർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, താല്പര്യം നമുക്ക് ഇതിലൂടെ കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഈ പറയുന്ന മെൻറ്റർ നമ്മുടെ മെൻറ്ററിങ് കൊടുക്കുന്ന ആ വ്യക്തിയുടെ ആ ഒരു ലേണിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മെൻറ്ററിങ് കൊടുക്കുമ്പോഴാണ്. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ മെൻറ്ററിങ് കൊടുക്കണം. ഓക്കെ, സോ ഈ മെൻറ്ററിങ് കൊടുക്കുന്ന ആൾ മെൻറ്ററും, അത് ആർക്കാണ് കൊടുക്കുന്നത് അയാളെ നമ്മൾ മെൻറ്റി എന്നാണ് പറയുക. ഓക്കെ, സോ അങ്ങനെ ഈ പറയുന്ന മെൻറ്ററും മെൻറ്റിയും തമ്മിൽ നല്ല ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടായിരിക്കണം. പക്ഷേ അൺനെസസറി ആയിട്ടുള്ള ഫേവറിസം ഒന്നും പാടില്ല ഇവിടെ ഈ മെൻറ്ററിങ് സമയത്ത്. കാരണം അത് ഒരുപാട് ബുദ്ധിമുട്ടിലേക്കായിരിക്കും പിന്നീട് അത് വഴിതെളിയിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ഹൈലി സക്സസ്ഫുൾ മെൻറ്റർ ശരിക്കും ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ കൊലീഗ്സിന് അതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാം. ഒരു ജലസൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഇയാൾ കൂടുതൽ കെയർ ചെയ്ത് മറ്റവരെ അധികം കെയർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെപ്പോഴും നമ്മൾ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ആവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെൻറ്ററിങ്ങിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെൻറ്ററിങ് പ്രോഗ്രാം ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം എന്ന് പറഞ്ഞു. ഒരുപാട് ഫോർമൽ ആവുന്ന മെൻറ്ററിങ് പ്രോഗ്രാംസ് ഉണ്ട്, അത്ര ഫോർമൽ അല്ലാത്ത മെൻറ്ററിങ് പ്രോഗ്രാംസും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് റോൾസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ കൂടി മോർ ഫോർമൽ ആയിട്ടുള്ള മെൻറ്ററിങ് പ്രോസസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അതേസമയം നമ്മൾ ജൂനിയർ മാനേജ്മെൻറ്റ്, കുറച്ചുകൂടി താഴെ ലെവലിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലെസ് ഫോർമലായിട്ടുള്ള മെൻറ്ററിങ് പ്രോഗ്രാം ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ജൂനിയർ ലെവലിലുള്ളവർക്കാണെങ്കിൽ നമ്മൾ ലെസ് ഫോർമലായിട്ടുള്ള മെൻറ്ററിങ് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ ടേൺ ഓവറിനെ കുറയ്ക്കാനായിട്ടും അതുപോലെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റിനെ കൂടുതലായിട്ട് സഹായിക്കാനായിട്ടും ആൾക്കാരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിമൻ എംപ്ലോയീസിന്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ കോളർ ജോബ്സ്, പീപ്പിൾ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ബ്ലൂ കോളർ ജോബേഴ്സിനെയാണ്. ദറ്റ് മീൻസ് അത്രയും മാനേജർ സ്കിൽ ആവശ്യമല്ലാതെ വരുന്ന എംപ്ലോയീസിനെയാണ് നമ്മൾ ബ്ലൂ കോളർ ജോബേഴ്സ് എന്ന് പറയുന്നത്. സോ അവർക്കൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പം നല്ലൊരു ഇഫക്റ്റീവ് മെൻറ്ററിങ് പ്രോഗ്രാമിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മളുടെ മെൻറ്ററും മെൻറ്റി തമ്മിൽ അവരുടെ ഈ ഒരു മാച്ചിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഈ മെൻറ്റിക്ക് ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്, മെൻറ്ററിന് സ്കില്ല് ഉള്ളതായിരിക്കും. അപ്പം മെൻറ്റിയുടെ ഡെവലപ്മെൻറ്റിന് നമ്മളുടെ മെൻറ്ററിൻ്റെ സ്കിൽസ് എങ്ങനെ സപ്പോർട്ടീവ് ആവും, ആ രീതിയിലൊരു മാച്ചിങ് ഉണ്ടാവണം. 1. 2, എപ്പോഴും ഒരു ഗോള്, നമ്മൾ മെൻറ്ററിങ് നടത്തുമ്പോൾ ഗോൾ ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. ആ മെൻറ്ററിങ്ങിലൂടെ എന്താണ് നമ്മൾ സാധ്യമാക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ മിനിമം ടൈം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് മെൻറ്ററിങ് ചെയ്യുക, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിരിക്കണം. അല്ലാതെ ലോങ് ലാസ്റ്റിംഗ് ഫുൾ ടൈം മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അവിടെ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ 2 പേര് അക്കൗണ്ടബിൾ ആയിരിക്കണം. മെൻറ്റർ മെൻറ്റിയുടെ കാര്യത്തിലും വളരെയധികം റെസ്പോൺസിബിളായിട്ട്
ആ ഒരു പർട്ടിക്കുലർ കമ്മിറ്റ്മെൻറ്റ് ടൈമിൽ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആൾക്കായിരിക്കണം. പിന്നെ നമ്മളുടെ ശരിക്കും മെൻറ്ററിങ്ങിൽ ടാലൻറ്റ് മാനേജ്മെൻറ്റ് അതിൻ്റെ സ്ട്രാറ്റജീസൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെൻറ്ററിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇതിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ മെൻറ്ററിങ്ങിൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണല്ലോ. അപ്പം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്ന ട്രെയിനിങ് ആണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് പ്രോപ്പറായിട്ട് ഈ പറയുന്ന ട്രെയിനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാവുന്ന പല പ്രശ്നങ്ങൾ, ഇപ്പോൾ നോയ്സ്, ഇൻട്രപ്ഷൻസൊക്കെ കൊണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ജൂനിയർ ലെവലിൽ അത്രയും ഫോമലായിട്ടുള്ള രീതിയിലുള്ള മെൻറ്റോറിങ് നടത്തുക കുറച്ചുകൂടി അൺഓർഗനൈസ്ഡ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ശരിക്കും നമ്മളുടെ മെൻറ്ററിങ്ങിൻ്റെ ഒരു ആക്ച്വൽ പർപ്പസ് അവിടെ ചിലപ്പോൾ കൃത്യമായി നടന്നെന്ന് വരില്ല. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് ഈ പറയുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ് ആയതുകൊണ്ട് ഈ പറയുന്ന മെഷീൻസ് അതുപോലെ എക്യുപ്മെൻറ്റ്സിനൊക്കെ ഡാമേജസ് വരാനുള്ള സാധ്യതകളും ഈ ഒരു മെൻറ്ററിങ്ങിൽ ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ട്രെയിനിങ് വർക്ക് സിറ്റുവേഷനിലല്ല നടക്കുന്നത്. ദാറ്റ് മീൻസ് ഒന്നില്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു പെർമിസസിൽ അല്ലെങ്കിൽ പ്രിമൈസസിൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തി ആ സമയത്തേക്ക് ട്രെയിനിങ്ങിന് ഇൻവോൾവ് ആവുന്ന എല്ലാ ആൾക്കാരും അവരുടെ ജോലി മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ട്രെയിനിങ്ങിന് വിധേയമാവുന്നു. മറ്റേ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ജോലി ചെയ്യുന്നുണ്ടാവും, അതിനിടയ്ക്ക് ട്രെയിനിങ് നടക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന് ചില ക്ലാസ് റൂം സെഷൻസൊക്കെ നമ്മുടെ കമ്പനി പ്രൊമൈസസിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ക്ലാസ് റൂം സെഷൻസിൽ ഈ പറയുന്ന ട്രെയിനീസൊക്കെ വന്നിട്ട് അവിടെ ഇൻവോൾവ് ആണ് ചെയ്യുന്നത്. സാധാരണ ഗവൺമെൻറ് പബ്ലിക് അണ്ടർടേക്കിങ്സിലാണ് ഇത്തരത്തിലുള്ള ഓഫ് ദ ജോബ് ട്രെയിനിങ് അധികം കണ്ടുവരുന്നത്. ഓക്കെ, സോ ഈ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, അവരുടെ വർക്ക് പ്ലേസ് ലീവ് ചെയ്തുകൊണ്ട് അവർ എൻ്റയർ ടൈം ഈ പറയുന്ന ട്രെയിനിങ് പ്ലേസിൽ ഈ പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം അണ്ടർഗോ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ് പല ടൈപ്പ് ഉണ്ട്. സ്പെഷ്യൽ കോഴ്സസ് ആയിട്ട്, കോൺഫറൻസസ് ആയിട്ട്, കേസ് സ്റ്റഡി ആയിട്ട്, സെമിനാർ ആയിട്ട്, റോൾ പ്ലേയിങ്, സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, ലെക്ചേഴ്സ്, ഓഡിയോ വിഷ്വൽസ്, സിമുലേഷൻസ്, ലബോറട്ടറി ട്രെയിനിങ്, അങ്ങനെയുള്ള പല തരത്തിലുള്ള ഓഫ് ദ ജോബ് ട്രെയിനിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ സ്പെഷ്യൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ചില എക്സ്പേർട്സിനെ കൊണ്ടുവന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഓഫ് ദ ജോബ് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഈ എക്സ്പേർട്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സിലൂടെ ആ ലെക്ചേഴ്സിൽ അവർ പല സ്പെഷ്യലായിട്ടുള്ള സ്കിൽസിനെ കുറിച്ച്, അതിൻ്റെ നോളേജ്, സ്പെഷ്യലായിട്ടുള്ള ടാസ്കുകൾ എങ്ങനെ പെർഫോം ചെയ്യണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. അതാണ് സ്പെഷ്യൽ കോഴ്സസ്. പിന്നെ വരുന്നതാണ് കോൺഫറൻസസ്. കോൺഫറൻസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെയിനിങ് പ്രമൈസസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരേ ഓർഗനൈസേഷനിലുള്ള അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ ഒരുമിച്ച് വന്ന് ചേർന്ന് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതാണ് കോൺഫറൻസസ്. സോ അതിൽ എക്സ്പേർട്സ് ഉണ്ടാവും. ആ എക്സ്പേർട്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, പല മെയിനായിട്ടുള്ള കാര്യങ്ങൾ, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ലെക്ചറിങ് നടത്തുന്നുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ കോൺഫറൻസസ് നടത്തുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അവയർനെസ് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു കോൺഫറൻസസിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടേതായിട്ടുള്ള ഫോമാറ്റ്സുകൾ നമുക്ക് ചൂസ് ചെയ്ത് അതനുസരിച്ച് കോൺഫറൻസ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ഇപ്പം ആ കോൺഫറൻസിലുള്ള ഗ്രൂപ്പ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ഫോമാറ്റിൽ നമുക്ക് ഈ കോൺഫറൻസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ മൂന്നാമത് വരുന്ന ഒരു ടെക്നിക്കാണ് കേസ് സ്റ്റഡി. ഇവിടെ നമ്മൾ ഈ ട്രെയിനിക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ കേസ് സ്റ്റഡി കൊടുക്കുകയാണ്. കേസ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബിസിനസ് സിറ്റുവേഷനെയാണ് കേസ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ബിസിനസ് സിറ്റുവേഷനിലുണ്ടായ സംഭവങ്ങൾ, അത് ഇപ്പം ആ ഓർഗനൈസേഷന് തന്നെ ആവാം അല്ലെങ്കിൽ വേറെ ഓർഗനൈസേഷൻ്റെ ആവാം.
ഓക്കെ. സോ ഈ ഒരു കേസ് സ്റ്റഡി കൊടുത്തുകൊണ്ട് നമ്മളുടെ ഈ പറയുന്ന ട്രെയിനീസ് ആ കേസ് സ്റ്റഡീനെ ആസ്പദമാക്കി അതിനെ ലേൺ ചെയ്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് അവർ ഫോം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ കേസ് സ്റ്റഡി ശരിക്കും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. ഈ കേസുകൾ എപ്പോഴും ഗ്രൂപ്പിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ കേസിൽ അവർക്ക് റീസണിങ്ങിൻ്റെ പവർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും, അനലിറ്റിക്കൽ സ്കില്ല്, മെൻ്റൽ കേപ്പബിലിറ്റീസ്, എന്നിട്ട് ഫൈനലി ഡിസിഷൻ മേക്കിംഗ് അതിനൊക്കെ സഹായിക്കുന്നതാണ്. ഓക്കെ. സോ നമ്മുടെ ട്രെയിനിയുടെ ഒബ്സർവേഷൻ പവറും ഈ കേസ് സ്റ്റഡിയിലൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഈ കേസ് സ്റ്റഡി ശരിക്കും വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനീസിന് അതിൽ നിന്നും എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഓക്കെ. സോ നമ്മളുടെ ഈ ട്രെയിനിക്ക് ഇത്തരത്തിൽ കേസ് സ്റ്റഡി കൊടുക്കുമ്പോൾ അവർക്ക് പല പുതിയ ഐഡിയാസും അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം, പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കതിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. സോ നമ്മൾ ഈ കേസ് സ്റ്റഡി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും അതിന് ഉചിതമായിട്ട് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അവരെങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ. അതിലൂടെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, അവരുടെ ടീം സ്പിരിറ്റ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ സ്കില്ല്, അനലിറ്റിക്കൽ സ്കില്ല്, ഇതൊക്കെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. സോ നമ്മളങ്ങനെ ഈ കേസ് സ്റ്റഡി കൊടുത്തുകൊണ്ട് ഇത് ഒരു ട്രെയിനിങ് ടൂളായിട്ട് നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ പല വേരിയേഷൻസും ഉണ്ടായിരിക്കും. പക്ഷേ ട്രെയിനേഴ്സ് അതിനെ ഇഫക്റ്റീവായിട്ട് എങ്ങനെ ഒരു ട്രെയിനിങ് മെത്തേഡായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേസ് സ്റ്റഡി കൊടുക്കുന്നത്. ഓക്കെ. സോ അതാണ് കേസ് സ്റ്റഡി. പിന്നെ വരുന്നതാണ് സെമിനാർസ്. സെമിനാർസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ട്രെയിനി ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി അവിടെ മറ്റുള്ള പാർട്ടിസിപ്പൻസിനും എന്ത് ചെയ്യുന്നുണ്ടാവും, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ രീതിയിൽ സെമിനാർ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പൻസിന് ശരിക്കും ആ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കാനും ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ നല്ല എക്സ്പേർട്സ്, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന ഈ പ്രസൻറ്റ് ചെയ്യുന്ന പേപ്പറിനെ കുറിച്ച് അവർ വായിച്ച് മനസ്സിലാക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അവരെന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവിടെ പറയുന്നുണ്ടാവും. ഓക്കെ. സോ നമ്മളുടെ പല ബിസിനസ്സിൽ കോർപ്പറേഷൻസിലൊക്കെയും ഇത്തരത്തിൽ സെമിനാർസ് കണ്ടക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് നോളേജ്, പുതിയ ടെക്നിക്സ്, പുതിയ പ്രാക്ടീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആക്കുകയാണ് ചെയ്യുന്നത് ഈ എംപ്ലോയീസിനിടയ്ക്ക്. അതിനുവേണ്ടി സെമിനാർസ് യൂസ് ചെയ്യുന്നുണ്ട്.